എടുക്കാൻ പോകുന്ന ടോപ്പിക് എന്ന് പറഞ്ഞാൽ സെൻസറി പാത്വേസ് ഫോർ ട്രാൻസ്മിറ്റിംഗ് സൊമാറ്റിക് സിഗ്നൽസ് ഇൻ ടു ദി സെൻട്രൽ നെർവസ് സിസ്റ്റം. അതായത് നമ്മുടെ സെൻട്രൽ നെർവസ് സിസ്റ്റത്തിലേക്ക് സൊമാറ്റിക് സിഗ്നൽസിനെ ട്രാൻസ്മിറ്റ് ചെയ്യുന്ന സെൻസറി പാത്വേ. നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മൾ ഈ ഭാഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എടുത്തു കഴിഞ്ഞതാണ്. പക്ഷേ നിങ്ങൾക്ക് ആ ഒരു കോർഡിനേഷൻ കിട്ടാൻ വേണ്ടി ഇങ്ങനെ ഒരു ടോപ്പിക്ക് ചോദിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്താണ് എഴുതുക എന്ന് നിങ്ങൾക്ക് കൺഫ്യൂഷൻ വരും. നിങ്ങളുടെ സിലബസിൽ കിടക്കുന്നത് ഇങ്ങനെയാണ്. നമ്മൾ ഓരോ ഭാഗം വരുമ്പോഴും ആ ഭാഗത്ത് വരുന്ന പാത്വേ ആയിട്ടാണ് നമ്മൾ പറഞ്ഞു പോയിട്ടുള്ളത്. അപ്പോൾ അങ്ങനെ ആയതുകൊണ്ട് നിങ്ങൾക്ക് ഈ ഒരു ഭാഗം ഇങ്ങനെ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിക്കൊള്ളണമെന്നില്ല. അതുകൊണ്ട് മൊത്തത്തിലുള്ള ആ ഒരു ഇതിനെ നമ്മൾ എന്ത് ചെയ്യാണ്, മൊത്തമായിട്ടൊന്ന് പറയാണ്. അതായത് എല്ലാത്തിനെയും കൂടെ ആയിട്ടാണ് നമ്മൾ പറയുന്നത്. ഓക്കെ, നമുക്കറിയാം സെൻസറി ഇൻഫർമേഷൻ, ഓൾമോസ്റ്റ് സെൻസറി ഇൻഫർമേഷനും somatic segments of body enters the spinal cord through the dorsal roots of the spinal nerves. അതായത് ഇതിലേക്ക് കടക്കുന്നത് സൊമാറ്റിക് സെഗ്മെൻറ്റ്സ് എൻ്റർ ചെയ്യുന്നത്, സ്പൈനൽ കോഡിലേക്ക് എൻ്റർ ചെയ്യുന്നത് സ്പൈനൽ നെർവ്സിൻ്റെ ഡോർസൽ റൂട്ടിലൂടെയാണ്. നമ്മൾ പറഞ്ഞിട്ടുണ്ട് DRG, ഡോർസൽ റൂട്ട് ഗാംഗ്ലിയോൺ ഒക്കെ നമ്മൾ പറയാറുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഒരു എൻട്രി പോയിൻ്റ്, സ്പൈനൽ കോഡിലേക്കുള്ള എൻട്രി പോയിൻ്റ്, പിന്നെ അതേപോലെ പിന്നീട് അത് ബ്രെയിനിലേക്ക് പോകുന്ന ആ ഒരു എൻട്രി പോയിൻ്റ്, അവിടെ സെൻസറി സിഗ്നൽസിനെ ക്യാരി ചെയ്യുന്നത് രണ്ട് പ്രധാനപ്പെട്ട ആൾട്ടർനേറ്റീവ് സെൻസറി പാത്വേ ആണ്. ഓക്കെ, ഇതാണ് നമ്മൾ പഠിച്ചിട്ടുള്ളത്. നമ്മൾ നേരത്തെ പഠിച്ച കാര്യമാണ്. രണ്ട് പ്രധാനപ്പെട്ട പാത്വേ ആണ് ഉള്ളത്. ആ രണ്ട് പാത്വേ എന്ന് പറയുന്നത് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, അതിൻ്റെ പേരാണ് ഡോർസൽ കോളം മീഡിയൽ ലെമ്നിസ്കൽ സിസ്റ്റം. അതേപോലെ രണ്ടാമത്തത് ആൻറ്റീരിയൽ സിസ്റ്റം. നമ്മളിത് പറഞ്ഞതാണ്. നമ്മൾ മീഡിയൽ ലെമ്നിസ്കൽ സിസ്റ്റം എന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. അത് ജസ്റ്റ് ഡോർസൽ കോളം എന്നുകൂടെ കൂട്ടിച്ചേർത്ത് പറഞ്ഞാൽ മതി. ഡോർസൽ കോളത്തിലൂടെ പോകുന്നതുകൊണ്ടാണ് ഡോർസൽ കോളം എന്ന് പറയുന്നത്. അപ്പോൾ ഡോർസൽ കോളം മീഡിയൽ ലെമ്നിസ്കൽ സിസ്റ്റം. രണ്ടാമത്തത് ദ ആൻറ്റീരിയോ ലാറ്ററൽ സിസ്റ്റം. ഈ രണ്ട് സിസ്റ്റംസും പിന്നീട് വന്നിട്ട് അത് പാർഷ്യലി എന്താ പറയുക, രണ്ടും ഒരേപോലെ അല്ല പോകുന്നത്, എന്നാലും അത് പോയിട്ട് പാർഷ്യലി അത് എവിടെയാണ് എത്തുന്നത്, തലാമസിലാണ് എത്തുന്നത്. ഈ ഡോർസൽ കോളം മീഡിയൽ ലെമ്നിസ്കൽ സിസ്റ്റം, അതിൻ്റെ പേര് പോലെ തന്നെ അത് സിഗ്നൽസിനെ ക്യാരി ചെയ്യുന്നത് മെഡുല്ലയുടെ മുകളിലേക്ക്, ബ്രെയിനിലേക്ക് മെയിൻലി പോകുന്നത് ഡോർസൽ കോളം, സ്പൈനൽ കോഡിൻ്റെ ഡോർസൽ കോളത്തിൽ നിന്നാണ് അതിനെ കൊണ്ടുവരുന്നത്. എന്നിട്ടാണ് മേലേക്ക് പോകുന്നത്. എന്നാൽ പിന്നെ ഇവിടെ അതിനുശേഷം ഈ സിഗ്നൽസ് ഓപ്പോസിറ്റ് സൈഡിലുള്ള മെഡുല്ലയുമായിട്ട് ക്രോസ് ചെയ്തിട്ട് അത് മുകളിലേക്ക് പോകും. എന്നിട്ട് ബ്രെയിൻ സ്റ്റെമ്മിലൂടെ തലാമസിലേക്ക് പോകും. ആ ഒരു ബൈ വേ ഓഫ് മീഡിയൽ ലെമ്നിസ്കസിലൂടെ. അതുകൊണ്ട് തന്നെ ഈ ഒരു സിഗ്നൽസ് ഈ ഒരു ഇതിനെ ഇവിടെ സിഗ്നൽസ് ക്രോസ് ചെയ്ത് മെഡുല്ലയുമായിട്ട് ഓപ്പോസിറ്റ് ക്രോസ് ചെയ്ത് മുകളിലേക്ക് പോകുന്ന തലാമസുമായി മീഡിയൽ ലെമ്നിസ്കസിലേക്ക് പോകുന്ന പാത്വേനെയാണ് ആൻറ്റീരിയോ ലാറ്ററൽ സിസ്റ്റം എന്ന് പറയുന്നത്. അല്ല, ഇവിടെ നമ്മൾ പോകും പറഞ്ഞു, സോറിയേ, അങ്ങനെയല്ലല്ലോ. നമ്മളിപ്പോൾ പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ ഇത് മുകളിലേക്ക് പോയിട്ട് അങ്ങനെ പോകും, മീഡിയൽ ലെമ്നിസ്കസിലെത്തും. എന്നാൽ നമ്മൾ ആൻറ്റീരിയോ ലാറ്ററൽ സിസ്റ്റം എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ സ്പൈനൽ കോഡിലേക്ക് എൻട്രി ചെയ്തതിന് പെട്ടെന്ന് അതിന് ശേഷം ഇമ്മീഡിയറ്റ്ലി ആഫ്റ്റർ ഡോർസൽ സ്പൈനൽ നെർവ് റൂട്ട്സ്, ഇത് വരുന്നത് ഡോർസൽ സ്പൈനൽ നെർവ് റൂട്ട്സിൽ നിന്നാണ് എന്തിലേക്ക് വരുന്നത്, സ്പൈനൽ കോഡിലേക്ക് വരുന്നത്. എന്നിട്ട് ഇത് ഡോർസൽ ഹോൺസ് ഓഫ് ദ സ്പൈനൽ ഗ്രേ മാറ്റർ, സ്പൈനൽ കോഡിൻ്റെ ഗ്രേ മാറ്ററിൻ്റെ ഡോർസൽ ഹോണിൽ പോയിട്ട് സിനാപ്സ് ചെയ്യും. എന്നിട്ട് അതിനെ ഓപ്പോസിറ്റ് സൈഡിൽ, സ്പൈനൽ കോഡിൻ്റെ ഓപ്പോസിറ്റ് സൈഡിൽ പോയിട്ട് ക്രോസ് ചെയ്ത് അത് മുകളിലേക്ക് ആൻറ്റീരിയർ ആൻഡ് ലാറ്ററൽ വൈറ്റ് കോളംസിലേക്കാണ് എന്ത് ചെയ്യുന്നത്, സ്പൈനൽ കോഡിൻ്റെ ആൻറ്റീരിയർ ആൻഡ് വൈറ്റ് കോളംസിലേക്കാണ് അത് പോകുന്നത്. ഇങ്ങനെ ഇത് പോയിട്ട് ടെർമിനേറ്റ് ചെയ്യുന്നത് ലോവർ ബ്രെയിൻ സ്റ്റെം ആൻഡ് ഇൻ ദ തലാമസിലും പിന്നെ ലോവർ ബ്രെയിൻ സ്റ്റെമ്മിലുമാണ്. ഈ ഒരു ഡോർസൽ കോളം മീഡിയൽ ലെമ്നിസ്കൽ സിസ്റ്റം
അപ്പോൾ ഇത് രണ്ടും ഒന്നുമില്ല, ഇതിപ്പോൾ ചെറിയ വ്യത്യാസം മാത്രമേ ഉള്ളൂ. ആ ഒരു വ്യത്യാസം എന്താണെന്ന് മാത്രം മനസ്സിലാക്കിയാൽ മതി. രണ്ടും പോകുന്ന ആ ഒരു പോക്കിൽ ചെറിയ വ്യത്യാസങ്ങളുണ്ട്. അത് നിങ്ങൾക്ക് ആ പിക്ചർ നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ചിലപ്പോൾ കുറച്ചുകൂടെ മനസ്സിലാവുന്നുണ്ടാവും. അത് ഞാൻ നേരത്തെ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട്. അത് നോക്കണ്ട, നിങ്ങളിപ്പോൾ തൽക്കാലം അങ്ങനെ 2 പാത്ത് ആണ് എന്ന് മനസ്സിലാക്കുക. പിന്നെ അത്ര ഡീപ്പായിട്ടൊന്നും ചിലപ്പോൾ എഴുതേണ്ട ആവശ്യം ഉണ്ടാവില്ല. ഞാൻ പറഞ്ഞു ഈ ഒരു നോട്ടിൽ അങ്ങനെ ഉള്ളതുകൊണ്ട് പറയുകയാണെന്ന് മാത്രം. പിന്നെ ഇപ്പോൾ പറഞ്ഞ ഈ ഒരു ഡോർസൽ കോളം മീഡിയൽ ലെമ്നിസ്കൽ സിസ്റ്റം ഉണ്ടല്ലോ, നമ്മൾ ആദ്യം പറഞ്ഞ ഇത് കമ്പോസ് ചെയ്തിരിക്കുന്നത് വലിയ മയലിനേറ്റഡ് നെർവ് ഫൈബേഴ്സ്. ഈ നെർവ് ഫൈബേഴ്സിൽ മയലിൻ ഷീത്ത് ഉണ്ട്. അതിനെ ട്രാൻസ്മിറ്റ് ചെയ്യുന്നത്, അത് ബ്രെയിനിലേക്ക് ട്രാൻസ്മിറ്റ് ചെയ്യുന്നത് ഒരു 30 മുതൽ 110 മീറ്റർ പെർ സെക്കൻഡാണ് സ്പീഡിലാണ് പോകുന്നത്. എന്നാൽ ആൻറ്റീരിയോ ലാറ്ററൽ സിസ്റ്റത്തിൽ വരുന്നത് ചെറിയ മയലിനേറ്റഡ് ഫൈബേഴ്സാണ്. ചെറുതാണ്, മയലിനേറ്റഡ് ഫൈബേഴ്സ് തന്നെയാണ്. അത് സിഗ്നൽസിനെ കൊണ്ടുപോകുന്ന വെലോസിറ്റി എന്ന് പറയുന്നത് 40 മീറ്റർ പെർ സെക്കൻഡാണ്. ഓക്കെ, മറ്റേത് പറഞ്ഞാൽ 30 മുതൽ 110 മീറ്റർ വരെ പോവാം. കാരണം 40 മീറ്റർ പെർ സെക്കൻഡാണ്, ആ സ്പീഡിലാണ് പോകുന്നത്. അത് രണ്ടും ഒരു വ്യത്യാസം. വേറൊരു ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ ഈ 2 സിസ്റ്റംസും, ഇത് മാത്രം പഠിച്ചാൽ മതി, അത് പഠിച്ചില്ലെങ്കിലും കുഴപ്പമില്ല. ഈ 2 സിസ്റ്റവും ഇതിനെ മുമ്പ് പറഞ്ഞ കാര്യങ്ങൾ വിട്ടേക്കൂട്ടോ. ഈ 2 സിസ്റ്റംസും ഡോർസൽ കോളം മീഡിയൽ ലെമ്നിസ്കൽ സിസ്റ്റത്തിന് ഹൈ ഡിഗ്രി ഓഫ് സ്പേഷ്യൽ ഓറിയൻറ്റേഷൻ ഓഫ് ദ നെർവ് ഫൈബർ വിത്ത് റെസ്പെക്ട് ടു ദി ഒറിജിൻ. അതിൻ്റെ ഒറിജിൻ വെച്ച് നോക്കുമ്പോൾ അതിന് ഹൈ ഡിഗ്രി സ്പേഷ്യൽ ഓറിയൻറ്റേഷൻ ഉണ്ട്. ഓക്കെ, അങ്ങനെയാണ് പറയുന്നത്. അപ്പോൾ ഇതിന് സ്പേഷ്യൽ ഓറിയൻറ്റേഷൻ കൂടുതലാണ്. എന്നാൽ ഡോർസലിന് കേട്ടോ, ഡോർസൽ കോളം മീഡിയൽ ലെമ്നിസ്കൽ സിസ്റ്റത്തിന്, എന്നാൽ ആൻറ്റീരിയോ ലാറ്ററൽ സിസ്റ്റത്തിന് വളരെ കുറച്ച് സ്പേഷ്യൽ ഓറിയൻറ്റേഷനേ ഉള്ളൂ. സ്പേഷ്യൽ ഓറിയൻറ്റേഷൻ കുറവാണ് ആ ഒരു സിസ്റ്റത്തിന്. അതുകൊണ്ട് തന്നെ ഈ ഒരു ഡിഫറൻസ് എന്ത് ചെയ്യുന്നുണ്ട്, അവരുടെ സെൻസറി ഇൻഫോർമേഷൻ ഈ 2 സിസ്റ്റത്തിലേക്കും ട്രാൻസ്മിറ്റ് ചെയ്യുന്ന സെൻസറി ഇൻഫോർമേഷൻ്റെ ടൈപ്പിലും അതിനെ ബാധിക്കുന്നുണ്ട്. അതായത് സെൻസറി ഇൻഫോർമേഷൻ നമുക്ക് പെട്ടെന്നും റാപ്പിഡായിട്ടും അതേപോലെ ടെമ്പറൽ ആൻഡ് സ്പേഷ്യൽ ഫിഡലിറ്റി ഉള്ള ഒരു സ്പേഷ്യൽ ആയിട്ട് ഏത് ഭാഗത്തു നിന്നാണ് വരുന്നത് എന്നൊക്കെ മനസ്സിലാവേണ്ട അങ്ങനെയുള്ള പെട്ടെന്ന് വരുന്ന സെൻസറി ഇൻഫോർമേഷൻസിന്, ഇപ്പോൾ ഒരു ബാക്കിൽ നിന്ന് ഒരു തീ കത്തുന്നുണ്ടെങ്കിൽ അത് നമുക്ക് ആ ഒരു ചൂട് നമുക്ക് മനസ്സിലാവുന്നുണ്ടെങ്കിൽ അത് എവിടെ നിന്നാണ്, ഏത് ഭാഗമാണ്, ഏത് സ്പേസിൻ്റെ ഏത് ഭാഗത്തു നിന്നാണ് എന്നൊക്കെ നമുക്ക് മനസ്സിലാവാൻ ഇതിനെ പ്രധാനമായിട്ടും ട്രാൻസ്മിറ്റ് ചെയ്യുന്നത് ഡോർസൽ കോളം മീഡിയൽ ലെമ്നിസ്കൽ സിസ്റ്റമാണ്. കാരണം നമ്മൾ പറഞ്ഞു അതിലാണ് എന്ത് വരുന്നത്, സ്പേഷ്യൽ ആയിട്ട് ഇത് കൊടുക്കുന്നത്, സ്പേഷ്യൽ ഓറിയൻറ്റേഷൻ ഉള്ളത്. എന്നാൽ ഇതിലെന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത്രത്തോളം എന്താ പറയുക, ദാറ്റ് വിച്ച് ഡസ് നോട്ട് dorsal column medial lemniscus that which does not need to be transmitted rapidly or with great spatial fidelity is transmitted mainly in the anterior lateral system. അത്ര പെട്ടെന്ന് തന്നെ ഇതാക്കാണ്ടാത്ത റാപ്പിഡായിട്ട് പെട്ടെന്ന് ഏത് സ്പേസിൽ നിന്നാണ് വരുന്നത് എന്നൊന്നും മനസ്സിലാക്കേണ്ടതല്ലാത്ത സെൻസറി ഇൻഫർമേഷൻസ് ആണ് എന്നുണ്ടെങ്കിൽ അത് ആൻറ്റീരിയോ ലാറ്ററൽ സിസ്റ്റം വഴിയാണ് ട്രാൻസ്മിറ്റ് ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു ഡിഫറൻസ് മനസ്സിലാക്കുക. അതായത് ഒരു സ്പേഷ്യൽ ഓറിയൻറ്റേഷൻ വേണം, അല്ലെങ്കിൽ എവിടെ നിന്നാണ് വരുന്നത് അങ്ങനത്തെ സ്പേഷ്യൽ ഫിഡലിറ്റി വേണേനും പെട്ടെന്ന് ട്രാൻസ്മിറ്റ് ചെയ്യേണ്ടതാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഡോർസൽ കോളം മീഡിയൽ ലെമ്നിസ്കൽ പാത്വേ ആണ്. മറ്റേതെന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത്ര സ്പീഡിലല്ലാതെയും പിന്നെ അങ്ങനെ ഈ പറഞ്ഞ പോലെ സ്പേഷ്യൽ ഫിഡലിറ്റി ഇല്ലാത്തതുമാണെന്നുണ്ടെങ്കിൽ ആൻറ്റീരിയോ ലാറ്ററൽ സിസ്റ്റവുമാണ്. പിന്നെ ഈ ആൻറ്റീരിയോ ലാറ്ററൽ സിസ്റ്റത്തിന് ചില സ്പെഷ്യൽ കാപ്പബിലിറ്റി ഉണ്ട്. എന്ന് വെച്ചാൽ ഡോർസൽ സിസ്റ്റത്തിന് ഇല്ലാത്ത ചില സ്പെഷ്യൽ കാപ്പബിലിറ്റി. അതായത് ഇപ്പോൾ ഈ ആൻറ്റീരിയോ ലാറ്ററൽ സിസ്റ്റത്തിൽ ഒരുപാട് ബ്രോഡ് സ്പെക്ട്രം ഓഫ് സെൻസറി മൊഡാലിറ്റീസിനെ എന്ത് ചെയ്യാൻ കഴിയും, ട്രാൻസ്മിറ്റ് ചെയ്യാൻ കഴിയും. അതിനുള്ള എബിലിറ്റി ഉണ്ട്. അതായത് പെയിന്, വാംത്ത്, കോൾഡ്, ക്രൂഡ് ആൻഡ് ടാക്റ്റൈൽ സെൻസേഷൻ, ഇത്രയും ബ്രോഡ് സെൻസറി മൊഡാലിറ്റീസിനെ ട്രാൻസ്മിറ്റ് ചെയ്യാൻ ഡോർസൽ സിസ്റ്റത്തിന് കഴിയും. പിന്നെ ഡോർസലിനല്ല കേട്ടോ, ആൻറ്റീരിയോ ലാറ്ററൽ സിസ്റ്റത്തിന്, സോറി പറഞ്ഞത് മാറിപ്പോയതാണ്. എന്നാൽ ഡോർസൽ സിസ്റ്റത്തിനെന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഡിസ്ക്രീറ്റ് ടൈപ്പ് മെക്കാനോ റിസെപ്റ്റീവ് സെൻസേഷൻസിനെ മാത്രമേ
ട്രാൻസ്മിറ്റ് ചെയ്യാൻ കഴിയുള്ളത് കൂടുതലും മെക്കാനോ റിസപ്റ്റീവ് സെൻസസ് ആയിരിക്കും. അതിൻ്റെ ചില ഡിസ്ക്രീറ്റ് ടൈപ്പിനെ മാത്രമാണ് ഈ ഒരു ഡോർസൽ സിസ്റ്റം ട്രാൻസ്മിറ്റ് ചെയ്യുന്നത്. ഓക്കെ, ഇനി നമുക്ക് ഏതൊക്കെയാണ് എന്ന് നോക്കാം. അതിൽ ഡോർസൽ കോളം, ഇപ്പോൾ നമുക്ക് ജസ്റ്റ് ഇപ്പോൾ നമ്മൾ ഇത്രയും പഠിച്ചതിൽ നമുക്ക് അത് രണ്ട് ടൈപ്പാണുള്ളത് എന്നൊക്കെ നമുക്ക് നേരത്തെ തന്നെ അറിയാം. ഏത് പാത്തയാണെന്ന് മാത്രം നോക്കിയാൽ മതി. അപ്പോൾ നിങ്ങൾക്ക് വരയ്ക്കാനാണെന്നുണ്ടെങ്കിൽ എളുപ്പമാണ്. നമ്മൾ വരച്ച് തന്നെയാണ് എങ്ങനെയാണ് വരയ്ക്കുക എന്നൊക്കെ നമ്മൾ പഠിപ്പിച്ചിട്ടുണ്ട്. അപ്പം ഇതിൽ ഏതൊക്കെയാണ് ഓരോ പാത്തയിലും വരുന്നത് നോക്കാം. ഡോർസൽ കോളം മീഡിയൽ ലെമ്നിസ്കൽ സിസ്റ്റം, അതായത് മീഡിയൽ ലെമ്നിസ്കൽ സിസ്റ്റത്തിൽ വരുന്നത് നമ്മൾ നേരത്തെ പഠിച്ച കാര്യങ്ങൾ തന്നെയാണ് കേട്ടോ. അത് ടച്ച് സെൻസേഷൻ റിക്വയറിങ് ഹൈ ഡിഗ്രി ഓഫ് ലോക്കലൈസേഷൻ ഓഫ് ദ സ്റ്റിമുലസിൻ്റെ ലോക്കലൈസേഷൻ മനസ്സിലാവേണ്ട, ഹൈ ഡിഗ്രി ലോക്കലൈസേഷൻ മനസ്സിലാവേണ്ട ടച്ച് സെൻസേഷൻ എവിടെ നിന്നാണെന്നുള്ളത്. അതായത് ആ ഒരു ടച്ച് സെൻസേഷൻ അതിൻ്റെ പാത്വേ മീഡിയൽ ലെമ്നിസ്കൽ സിസ്റ്റമാണ്. അതേപോലെ ടച്ച് സെൻസേഷൻ റിക്വയറിങ് ട്രാൻസ്മിഷൻ ഓഫ് ഫൈൻ ഗ്രഡേഷൻസ് ഓഫ് ഇൻറ്റൻസിറ്റിയിൽ ഫൈൻ ചേഞ്ചസ് വരുന്നതിലും ടച്ച് അതും വരുന്നത് മീഡിയൽ ലെമ്നിസ്കൽ സിസ്റ്റമാണ്. അതേപോലെ ഫേസിക് സെൻസേഷൻസ് സച്ച് ആസ് വൈബ്രേറ്ററി സെൻസേഷൻ, നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു വൈബ്രേഷനെ കുറിച്ച്. വൈബ്രേഷൻ്റെ പാത്ത് നമ്മൾ പഠിച്ചിട്ടുള്ളത് ലെമ്നിസ്കൽ സിസ്റ്റമാണ്. അതേപോലെ പൊസിഷൻ സെൻസേഷൻ ഫ്രം ദ ജോയിൻസിൽ നിന്ന് വരുന്ന പൊസിഷൻ സെൻസേഷൻസ് മീഡിയൽ ലെമ്നിസ്കൽ സിസ്റ്റം വഴിയാണ് പോകുന്നത്. അതേപോലെ പ്രഷർ സെൻസേഷൻസ് ഹാവിങ് ടു ഡു വിത്ത് ഫൈൻ ഡിഗ്രീസ് ഓഫ് ജഡ്ജ്മെൻറ്റ് ഓഫ് പ്രഷർ ഇൻറ്റൻസിറ്റിയിൽ ചെറിയ വ്യത്യാസങ്ങൾ വരുന്ന പ്രഷർ സെൻസേഷൻ അതും വരുന്നത് ഈ ഒരു ഡോർസൽ കോളം മീഡിയൽ ലെമ്നിസ്കൽ പാത്വേയിലൂടെയാണ്. ഇനി നമുക്ക് ആൻറ്റീരിയർ സിസ്റ്റം, അതായത് ഇതിൽ കൂടുതൽ ആ ഒരു ടച്ച് പിന്നെ അതേപോലെ പ്രഷർ ആ ഒരു മെക്കാനോ റിസപ്റ്റീവ് ലെവലിലാണ് നിൽക്കുന്നത്. പൊസിഷൻ കുറവാണ്. ഓക്കെ, എന്നാൽ ആൻറ്റീരിയർ ലാറ്ററൽ സിസ്റ്റം എന്ന് പറഞ്ഞാൽ വെറൈറ്റീസ് ഉണ്ട്. കൂടുതലും എന്താ പറയുക, ബ്രോഡ് വെറൈറ്റീസ് ഓഫ് സെൻസറി മൊഡാലിറ്റീസ് ഉണ്ട്. ഏതൊക്കെയാണെന്ന് നോക്കാം. പെയിന്, തെർമൽ സെൻസേഷൻ എന്ന് പറയുമ്പോൾ ഇൻക്ലൂഡിങ് ബോത്ത് വാംത്ത് ആൻഡ് കോൾഡ് സെൻസേഷൻ രണ്ടും വരുന്നുണ്ട്. ചൂടാണെങ്കിലും തണുപ്പാണെങ്കിലും അതിൽ തന്നെയാണ് വരുന്നത്. പിന്നെ വരുന്നത് ക്രൂഡ് ടച്ച് ആൻഡ് പ്രഷർ സെൻസേഷൻ കാപ്പബിൾ ഓൺലി ഫോർ ക്രൂഡ് ലോക്കലൈസിങ് എബിലിറ്റി സർഫസ് ഓഫ് ദ ബോഡി. ഓക്കെ, ക്രൂഡ് ടച്ച് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതേപോലെ പ്രഷർ സെൻസേഷൻസ് കാപ്പബിൾ ഓൺലി, അതിൻ്റെ എന്താ പറയുക ക്രൂഡ് ലോക്കലൈസേഷൻ എബിലിറ്റി മാത്രം സർഫസ് ഓഫ് ദ ബോഡിയിൽ മാത്രം. അതായത് പെട്ടെന്ന് ഇത് മനസ്സിലാവില്ല, നമുക്കറിയാലോ ക്രൂഡ് സെൻസേഷനെ കുറിച്ച് നമ്മൾ പഠിച്ചതാണ്, അതിന് പറയുന്നില്ല. പിന്നെ ടിക്കിൾ ആൻഡ് ഇച്ച് സെൻസേഷൻ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. പിന്നെ സെക്ഷുവൽ സെൻസേഷൻസ് നമ്മൾ പറഞ്ഞിട്ടില്ല, അത് പഠിക്കാനുമില്ല. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെ ആൻറ്റീരിയർ ലാറ്ററൽ സിസ്റ്റത്തിൽ വരുന്നുണ്ട് എന്ന് മനസ്സിലാക്കാം. ഇതാണ് ഈ ഒരു കാര്യം. ജസ്റ്റ് ഇതാണ് നമ്മുടെ ടോപ്പിക്ക്. പക്ഷേ നമ്മൾ ഇത് നേരത്തെ തന്നെ പഠിച്ചിട്ടുണ്ട്, അതിനൊന്ന് ഓർഗനൈസ് ചെയ്ത് പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു സംഭവം വെച്ചിട്ടാണ് നിങ്ങൾ പഠിക്കുന്നതെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഏതൊക്കെയാണ് ആൻറ്റീരിയർ ലാറ്ററൽ സിസ്റ്റം, ഏതൊക്കെയാണ് മീഡിയൽ ലെമ്നിസ്കൽ സിസ്റ്റം എന്ന് വെച്ചിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, എഴുതാൻ പറ്റും, വരയ്ക്കാനും പറ്റും. വരയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ വരച്ച് കഴിഞ്ഞാലൊക്കെ മാർക്ക് കൂടും. പിന്നെ അത്ര ഇമ്പോർട്ടൻ്റ് ഒന്നും അല്ല, ജസ്റ്റ് വരച്ച് പഠിക്കുന്നത് എന്തായാലും നല്ലതാണ്. ഓക്കെ.